പോസ്റ്റൽ ബാലറ്റ് വിവാദം കെട്ടടങ്ങും മുൻപേ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റുകളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായിരുന്നു തീരുമാനം. കമ്മീഷന്റെ തിരക്കിട്ട നീക്കം ന്യൂസ് മലയാളം വാർത്തയാക്കിയതിനു പിന്നാലെയാണ് പിൻവാങ്ങൽ. ന്യൂസ് മലയാളം ഇംപാക്ട്. ഹാൻസ്, വിശദാംശങ്ങൾ. ശ്യാമിലി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഈ നിരവധി ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചതിന് ശേഷം ഈ വോട്ട് ചെയ്യാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്ക് വീണ്ടും സൗകര്യം ഒരുക്കാൻ കഴിയുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാൻ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയല് അഡീഷണൽ CEO ജെറോമിക് ജോർജ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്തിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കുമാണ് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. അതിനുശേഷം ഈ വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഫയലിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കടന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാം എന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകി ഫയല് പിന്നീട് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. പക്ഷേ ന്യൂസ് മലയാളം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നറിയില്ല. ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഹൈക്കോടതിയിലെ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ഫയലിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഇനി സ്വീകരിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്യാമിലി. ശരി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.